ഹലോ ഫ്രണ്ട്സ്, ആൽജിബ്ര മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം, ഫ്രം ദ ടോപ്പ് ഓഫ് എ 7 meter ഹൈ ബിൽഡിംഗ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ cable tower is 60 degree and the angle of depression of its foot is 45 degree. Determine the height of the tower. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഫിഗർ. ഈ പ്രോബ്ലത്തിൻ്റെ ഫിഗറാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 7 meter ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗാണ് ഇവിടെ PT വെച്ചിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 7 meter ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ കേബിൾ ടവർ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കേബിൾ ടവർ ഉണ്ട്. അപ്പോൾ ആ കേബിൾ ടവർ ആണ് RQ എന്ന് ഈ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RQ ടേബിൾ ടവറിൻ്റെ ടോപ്പാണ് R, ബോട്ടം ആണ് ഫൂട്ടാണ് Q. അപ്പോൾ T പോയിന്റിൽ നിന്ന്, അതായത് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും കേബിൾ ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വേണം. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ലൈനാണ് ഇവിടെ ഞാൻ ഡോട്ടഡ് ലൈനായിട്ട് TS മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ TS ആണ് ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും ടവറിലേക്ക് നോക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് TR ആണ്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ആയ TRഉം ഹൊറിസോണ്ടൽ ലൈനായ TSുമായിട്ടുള്ള ആംഗിളാണ് 60 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ടവറിൻ്റെ ഫൂട്ടിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മളുടെ ലൈൻ ഓഫ് സൈറ്റ് താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ TS ആണ്, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഡൗൺവേർഡാണ് വരുന്നത്. അപ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലൈനുമായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷനുമായിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനി ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും. 60 ഡിഗ്രി ഉള്ള ട്രയാങ്കിളും 45 ഡിഗ്രി ഉള്ള ട്രയാങ്കിളും. അപ്പോൾ ആദ്യം നമുക്ക് 45 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നിരിക്കുന്നത് സൈഡ് എന്ന് പറയുന്നത് 7 meter ആണ്. അപ്പോൾ ഈ TSഉം PQവും പാരലൽ ലൈൻസ് ആണ്. ഇപ്പോൾ TSഉം PQവും പാരലൽ ലൈൻസ് ആകുമ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് STQവും TQPയുമാണ്. അതായത് തന്നിരിക്കുന്ന ഈ 45 ഡിഗ്രിയും പിന്നെ ഈ ആംഗിൾ ഡിഗ്രിയുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും ഈ കാണുന്ന TQP. അതായത് ഈ ആംഗിൾ ഇതും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതും 45 കിട്ടി, ഇതും 45 കിട്ടി. ഇനി ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എടുക്കുന്നത് ട്രയാങ്കിൾ TPQ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ നോക്കാം. പറയുന്നതാണ് നോൺ സൈഡ് എന്ന് പറയുന്നത് PT ആണ്. അത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സൈഡ് എന്ന് പറയുന്നത് PQ ആണ്. അപ്പോൾ ആ PQ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്യേണ്ടത് tan 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ tan 45 is equal to PT by PQ. PT എന്ന് പറയുന്നത് 7 meter ആണ്. അപ്പോൾ 7 by PQ നമുക്ക് അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഇട്ടു. ഇനി tan 45 നമുക്കറിയാം 1 ആണ് വാല്യൂ. അപ്പോൾ 1 equal to 7 by PQ. അപ്പോൾ നമുക്ക് PQൻ്റെ വാല്യൂ കിട്ടും. PQ equal to 7. അപ്പോൾ PQവും 7 ആണ്, PTയും 7 meter ആണ്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു PQവും TSഉം പാരലൽ ആണ്. അപ്പോൾ അതുകൊണ്ട് PQവും TS ഈക്വലും ആയിരിക്കും. കാരണം PTയും RQവും ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അപ്പോൾ നമുക്കറിയാം PQവും TSഉം പാരലലും ആയിരിക്കും, ഈക്വലും ആണ്. അപ്പോൾ TSഉം 7 meter തന്നെയാണ്. അപ്പോൾ നമുക്ക് TS 7 meter കിട്ടിയതുകൊണ്ട് 60 ഡിഗ്രി പാർട്ടായിട്ടുള്ള ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ TRS നമുക്കിനി കൺസിഡർ ചെയ്യാം.
അപ്പോൾ ട്രയാങ്കിൾ TRS എടുക്കുകയാണെങ്കിൽ അവിടെയും RS ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ TS നമുക്ക് അറിയാം ഇപ്പോൾ 7 മീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ TS ഈക്വൽ ടു PQ ആണ്. അതുകൊണ്ട് TSഉം 7 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ RS എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും TS എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും tan 60 എടുക്കാം. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് RS ബൈ TS എന്ന് എടുക്കാം. അപ്പോൾ RS നമുക്കറിയില്ല. അപ്പോൾ RS ബൈ TS എന്ന് പറയുന്നത് 7 ആണ്. ഈസ് ഈക്വൽ ടു RS ബൈ 7. അപ്പോൾ RS എന്ന് പറയുന്നത് RS ഈക്വൽ ടു 7√3 ആയിരിക്കും RSൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 7√3 മീറ്റർ. ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടവർ എന്ന് പറയുന്നത് RQ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് RS പ്ലസ് SQ ആയിരിക്കും. കാരണം ഈ ഒരു പോർഷനും RS എന്ന് പറയുന്ന ഈ പോർഷനും QS എന്ന് പറയുന്ന ഈ പോർഷനോട് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ RS നമുക്ക് 7√3 മീറ്റർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ SQ എന്ന് പറയുന്നത് TPQ ഈക്വൽ ആയിരിക്കും. SQ ഈക്വൽ ടു 7 മീറ്റർ. അപ്പോൾ അതും 7 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇനി ഹൈറ്റ് ഓഫ് ദ ടവർ നമുക്ക് എഴുതാം. Height of the tower is equal to RS plus QS. അതായത് RS എന്ന് പറയുന്നത് 7√3 ആണ്. 3 പ്ലസ് QS എന്ന് പറയുന്നത് 7 ആണ്. 7. അപ്പോൾ 7√3യിലും ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. അപ്പോൾ 7 നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുകയാണെങ്കിൽ 7 ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് √3 മീറ്റർ. അപ്പോൾ ഇതാണ് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മിക്ക പ്രോബ്ലത്തിൻ്റെ ആൻസർ കിട്ടിക്കുന്നത് √3 അല്ലെങ്കിൽ √2 ആ ഫോമിലാണ്. അപ്പോൾ ഈ √3യുടെ വാല്യൂ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്കൊരു ഡെസിമൽ പോയിന്റിൽ തന്നെ ഒരു ആൻസർ കിട്ടും. അപ്പോൾ √2 ഇപ്പോൾ tan 45യുടെ കേസിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇതുവരെ നമുക്ക് √2 ഒന്നും വന്നിട്ടില്ല. അപ്പോൾ √3 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ √3യുടെ വാല്യൂ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ √3യുടെ സ്ഥലത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഡെസിമലിൽ തന്നെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം മിക്കവാറും ഫൈനൽ ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിലും ഈ ഡെസിമൽ പോയിന്റിലായിരിക്കും ഫൈനൽ ആൻസർ തന്നിട്ടുണ്ടാവുക. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ആസ് ഒബ്സർവ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 75 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ് ഫ്രം ദ സീ ലെവൽ ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് 2 ships are 30 degree and 45 degree. If one ship is exactly behind the other on the same side of the lighthouse, find the distance between the 2 ships. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 70 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇത് 75 മീറ്റർ. അപ്പോൾ ഞാനത് 75 മീറ്ററിന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനൊക്കെ പേര് കൊടുക്കാം. അപ്പോൾ ഇത് A ആണ്, ഇത് B. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് AB. പിന്നെ C, D. അപ്പോൾ ഇതാണ് AB എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ്. 75 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും 2 ഷിപ്സ്, അതായത് ഒരു ഷിപ്പ് ഡിയിലും ഒരു ഷിപ്പ് സിയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴേക്കും നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിരിക്കും.
ഇനി സാധാരണ ഉണ്ടാവുന്ന ഒരു തെറ്റാണ് ഈ രണ്ട് ഭാഗത്തായിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ആദ്യം നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് AE ആണ്. ഈ AU ആയിട്ടായിരിക്കും എപ്പോഴും ലൈൻ ഓഫ് സൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ AE ലൈൻ ഓഫ് സൈറ്റ് D എന്ന് പറയുന്ന ഷിപ്പിലേക്കുള്ള ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നതാണ് EAD. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ആംഗിൾ ആണ്. അപ്പോൾ അത് 30 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ഷിപ്പ് എന്ന് പറയുന്നത് C ആണ്. ഈ C ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് AC ആണ്. അപ്പോൾ AC-യും AU ആയിട്ടുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് ഇവിടെ 45 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഷിപ്സ്, അതായത് സിയും ഡിയും ഇടയിലുള്ള ഡിസ്റ്റൻസ്. അതായത് നമുക്ക് CD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് BCയും കാൽക്കുലേറ്റ് ചെയ്യണം, BDയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ BCയും BDയും കിട്ടിക്കഴിഞ്ഞാൽ ഈ BD ഡിസ്റ്റൻസിൽ നിന്ന് ഈ BC ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് CD കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ABDയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ AEയും BDയും പാരലലാണ്. AE ലൈനും BD ലൈനും പാരലൽ ആയതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ AD എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കത് അവിടെ 30 എന്ന് എഴുതാം. ഈ 45 ഡിഗ്രി ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ അവിടെ 45 ഡിഗ്രി നമ്മൾ എഴുതി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 75 മീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ 75 മീറ്റർ എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും BC എന്ന് പറയേണ്ട, അതായത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സൈഡ് അഡ്ജസൻറ്റ് സൈഡുമാണ്. അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ ചെയ്ത പോലെ tan 45 എടുക്കാം. അപ്പോൾ tan 45 is equal to opposite side AB by BC by tan 45 equal to AB എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ 75 by BC നമുക്കറിയില്ല, BC. ഇനി tan 45യുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 equal to 75 by BC. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും BC എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അപ്പോൾ BC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് BD കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABD എടുക്കും. ട്രയാങ്കിൾ ABD എടുക്കുമ്പോഴും നോൺ സൈഡ് എന്ന് പറയുന്നത് AB ആണ്. പിന്നെ അൺനോൺ സൈഡ്, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സൈഡ് എന്ന് പറയുന്നത് BD ആണ്. അപ്പോൾ AB by BD, അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് tan 30 ആണ്. അപ്പോൾ tan 30 ഈക്വൽ ടു AB by BD. tan 30 എന്ന് പറയുന്നത് നമുക്കറിയാം 1/√3. 1/√3 ഈക്വൽ ടു AB എന്ന് പറഞ്ഞാൽ 75 by BD. അതായത് ഇപ്പോൾ BD നമുക്ക് കിട്ടുന്നത് BD is equal to 75√3 എന്ന് കിട്ടും. 75√3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ BC കിട്ടി 75, BD കിട്ടി 75√3. ഇനി അപ്പോൾ നമുക്ക് രണ്ടും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് എന്ന് പറയുന്നത് BD മൈനസ് BC ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് equal to BD minus BC equal to 75√3.
മൈനസ് 75. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 75 രണ്ടിടത്ത് കോമൺ ആയതുകൊണ്ട് നമുക്ക് 75 കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. അപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ √3 മൈനസ് 1. അപ്പോൾ √3 മൈനസ് 75 ഇൻറ്റു √3 മൈനസ് 1 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഷിപ്സ്. ഇനിയിപ്പോൾ ഇവിടെയും √3ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഡെസിമൽ പോയിന്റിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പിലെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇവിടെ 1.2 മീറ്റർ ഹൈറ്റ് ഉള്ളൊരു ഒബ്സർവർ ഉണ്ട്. ഈ 1.2 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ഗേൾ ഒരു ബലൂൺ, മൂവിങ് ബലൂണ് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, അതായത് ഇപ്പോഴുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 88.2 മീറ്റർ ആണ് ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ മുകളിലേക്കാകുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് മുകളിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആദ്യം 60 ഡിഗ്രി ആയിരുന്നു. ഈ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ, അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇത് എത്ര അത് ട്രാവൽ ചെയ്തു അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനൊരു ട്രയാങ്കിൾ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ബലൂൺ കുറച്ച് ദൂരത്തായിരുന്നപ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് AC. ഇനി ബലൂൺ അടുത്ത് വന്നപ്പോഴേക്കും ഈ ഗേളിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് AB. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് BC ആണ്. അതായത് ആ ടൈം ഇൻ്റർവെല്ലിൽ ബലൂൺ എത്ര മൂവ് ചെയ്തു, അതായത് BC ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒബ്സർവറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.2. അപ്പോൾ ഈ DC എന്ന് പറയുന്നത്, അത് ഈ 88.2 എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നും ബലൂൺ വരെയുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് വേണ്ട ഈ ട്രയാങ്കിളിൽ, കാരണം DC എന്ന് പറയുന്നത് ഇത്രയുള്ള പോർഷനാണ്. ഇതാണ് നമുക്ക് വേണ്ട പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേണ്ട പോർഷൻ, അതായത് DC നമുക്ക് കിട്ടണമെങ്കിൽ ഈ 88.2ൽ നിന്നും ഈ താഴത്തെ ഉള്ള, അതായത് ഈ ഗേളിൻ്റെ ഹൈറ്റ് ആയ 1.2 മീറ്റർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 87 മീറ്റർ ആണ്. അപ്പോൾ 87 മീറ്റർ ആണ് DC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ട്രയാങ്കിൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം AC ആണ് വേണ്ടത്. അപ്പോൾ AC എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ADC ആണ് എടുക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ADCയിൽ tan 30 എടുക്കാം. കാരണം tan 30യുടെ ഓപ്പോസിറ്റ് സൈഡാണ് DC, അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട AC. അപ്പോൾ tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് DC ബൈ AC. ഈസ് ഈക്വൽ ടു DC എന്ന് പറയുന്നത് 87 ബൈ AC നമുക്കറിയില്ല. ഇപ്പോൾ tan 30യുടെ വാല്യൂ നമുക്കറിയാം 1/√3 ആണ്. അപ്പോൾ അത് 1/√3 ഈക്വൽ ടു 87 ബൈ AC. അപ്പോൾ നമുക്ക് കിട്ടും AC ഈസ് ഈക്വൽ ടു 87√3 മീറ്റർ ആണ് നമുക്ക് AC കിട്ടുന്നത്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇനി AB കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് അടുത്ത ട്രയാങ്കിൾ, അത് ട്രയാങ്കിൾ ABE എടുക്കാം. അപ്പോൾ അവിടെയാണെങ്കിലും tan 60യുടെ ഓപ്പോസിറ്റ് സൈഡാണ് BE, അഡ്ജസൻറ്റ് സൈഡാണ് AB. അപ്പോൾ നമുക്ക് അവിടെ tan 60 എടുക്കാം. tan 60 ഈസ് ഈക്വൽ ടു BE ബൈ AB. tan 60 ഈസ് ഈക്വൽ ടു BE എന്ന് പറഞ്ഞാൽ നമുക്ക് 87 ആയിട്ട് എടുക്കാം. കാരണം BEയും DCയും പാരലലാണ്. അപ്പോൾ അത് 87 ആയിരിക്കും ബൈ AB നമുക്ക് അറിയില്ല. ബൈ tan 60 എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ √3 ഈക്വൽ ടു 87 ബൈ AB. അപ്പോൾ AB എന്ന് പറയുന്നത് AB ഈസ് ഈക്വൽ ടു
87/√3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിനോമിനേറ്റർ ഇറാഷണൽ ആണെങ്കിൽ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആ സെയിം തേർഡ് കൊണ്ട്, അതായത് √3 കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ √3/√3. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് 87, താഴെയുള്ള √3യും 3 ആകും. അപ്പോൾ 87√3/3 ആണ് കിട്ടുന്നത്. ഇനി ഈ 3യും 87 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29 ആണ്. അപ്പോൾ 29√3. ഇപ്പോൾ 29√3 മീറ്റർ ആണ് AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് BC, അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് ദ ഇന്റർവൽ എന്ന് പറയുന്നത് BC ആണ്. അപ്പോൾ ആ BC കിട്ടാൻ വേണ്ടിയിട്ട് AC മൈനസ് AB മാത്രം ചെയ്താൽ മതി. Interval is equal to AC minus AB. അതായത് 87√3 minus 29√3. അപ്പോൾ ഇവിടെ രണ്ടിടത്തും √3 ആയതുകൊണ്ട് നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യാം, കാരണം ലൈക്ക് ടേംസ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 58√3 ആയിരിക്കും. 58√3 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് ദ ഇന്റർവെൽ. അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ എല്ലാ മോഡലിലെയും എല്ലാ ടൈപ്പിലെയും പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.